ഗുഡ് മോർണിംഗ് രാമേശ്വരം. അപ്പോൾ ഇന്നലെ ആക്ച്വലി നമ്മൾ വാഗമണ്ണ് പോകാനിരുന്ന ആൾക്കാരാണ്. പിന്നെ ആ വാഗമണ്ണിൽ റെഡ് അലേർട്ടാണ്. സോ വാഗമൺ, ഇടുക്കി, മൂന്നാർ അങ്ങനെയായിരുന്നു. അപ്പോൾ റെഡ് അലേർട്ട് ആണെന്ന് കരുതി നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇൻ മിഡിലാണ് നമ്മൾ എന്നാൽ ശരി ധനുഷ്കോടി പോയാലോ എന്ന് പറഞ്ഞു പ്ലാൻ ചെയ്തപ്പോൾ. സോ നമ്മൾ മോർണിംഗ് രാമേശ്വരത്താണ് നമ്മൾ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ടെമ്പിൾ വിസിറ്റ് ചെയ്യേണ്ട കോസ്റ്റ്യൂമേ അല്ല ഞാൻ, കാരണം വാഗമണ്ണ് പോകാനിരുന്ന ഞങ്ങൾ ഹുഡി, ജാക്കറ്റ് എല്ലാം സെറ്റ്. ഇവിടെ വന്നപ്പോൾ ഇനി ടെമ്പിൾ കയറണമെങ്കിൽ ജീൻസ് ഇട്ട് കയറാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി. നമ്മുടെ ഇതിൻ്റെ മുന്നിൽ തന്നെ നല്ലൊരു ബീച്ചാണ് ഉള്ളത്. സോ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ മുന്നിൽ കാണുന്നത് നമുക്കൊരു ബീച്ചാണ്. ബ്യൂട്ടിഫുള്ളാണ്. അതിൽ ഒരു സൈഡ് കംപ്ലീറ്റ്ലി നമുക്ക് ഫിഷിങ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സൈഡാണ്. ഇതിൻ്റെ മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എന്താ പറയുക, ആക്ച്വലി ആചാരം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മുങ്ങിക്കുളിച്ചിട്ടാണ് നമ്മൾ രാമേശ്വരം ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവേണ്ടത്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ കാർ പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഒരു 5 minutes വാക്കേ ഉണ്ടായിരുന്നുള്ളൂ ടെമ്പിളിലോട്ട്. അങ്ങനെ നമ്മളിത് ടെമ്പിൾ എത്തി. ഇത് ടെമ്പിളിൻ്റെ ഒരു വൺ സൈഡാണ്. ആക്ച്വലി ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1212 വലിയ പില്ലേഴ്സാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 22 കിണറിലെ വെള്ളത്തിൽ നിന്നും നമ്മൾ മുങ്ങി കുളിക്കണം, അങ്ങനെയുള്ളൊരു ഇതും. സോ അങ്ങനെ നമ്മൾ രാമേശ്വരം ദ ഫസ്റ്റ് ഡേ. അപ്പം നമ്മൾ രാമേശ്വരം ടെമ്പിൾ വിസിറ്റ് ചെയ്തു. സെക്കൻഡ് ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ബാക്കി അടച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ നമുക്ക് APJ അബ്ദുൽ കലാം ഹൗസ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്ന ധനുഷ്കോടിയിലോട്ടാണ്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചുള്ളൊരു പ്ലേസാണ് ധനുഷ്കോടിക്ക് പോകണം എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി